Hi, our next question is find the Fourier series for f of x equal to mod sin x in the interval minus pi to pi. ഇവിടെ എന്താണ് 2l? 2l എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് പൈ മൈനസ് മൈനസ് പൈ ദാറ്റ് ഈസ് 2l 2π ആണ്. അപ്പൊ n എന്താണ് പൈ ആണ്. a0 ഫോർമുല 1/l ഇന്റഗ്രൽ c to c plus 2l f of x dx. ഇവിടെ l എത്രയാണ്? പൈ ആണ്. 1/π ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് minus pi to pi f of x is mod sin x dx. ഇവിടെ നമുക്ക് എന്താണ് ലിമിറ്റ്? മൈനസ് ലിമിറ്റ് പ്ലസ് ലിമിറ്റ് ആണ്. അപ്പൊ ഇത് ഓഡ് ആണോ ഈവൻ ആണോ നോക്കാം. എന്താണ് മോഡ് വരുമ്പോഴത്തേക്ക് ഒരിക്കലും മൈനസ് വെളിയിൽ വരില്ലല്ലോ. അപ്പൊ അതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. മോഡ് വരുന്നതുകൊണ്ട് അതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ് 2 times 0 to pi എന്ന് കൂടെ, അതായത് 2/π ഇന്റഗ്രൽ 0 to pi. ഇനി മോഡിന്റെ ആവശ്യമില്ലല്ലോ, വെറും sin x dx ഇന്റഗ്രേറ്റ് ചെയ്യാം. 2/π എന്താണ് sin x ന്റെ ഇന്റഗ്രൽ? മൈനസ് cos x. ലിമിറ്റ് 0 to pi ആണ്. ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 2/π മൈനസിനെ വെളിയിലാക്കാം. cos pi അപ്പർ ലിമിറ്റ് മൈനസ് cos 0 ലോവർ ലിമിറ്റ് മൈനസ് 2/π. എന്താണ് cos pi? മൈനസ് 1 ആണ്. cos 0 1 ആണ്. അപ്പൊ എന്ത് വരും? മൈനസ് 2/π ഇൻറ്റു മൈനസ് 2, അതായത് 4/π എന്ന് കിട്ടി. നമുക്ക് a0 കിട്ടി കഴിഞ്ഞു. 4/π ആണ് a0യുടെ വാല്യൂ. ഇനി നോക്കേണ്ടത് an ആണ്. an എന്താണ്? 1/l ഇന്റഗ്രൽ c to c plus 2l f of x cos n/x/l dx. ഇവിടെ l പൈ ആണല്ലോ. അപ്പൊ എന്ത് വന്നു? 1/π ഇന്റഗ്രൽ എന്താണ്? ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് മൈനസ് പൈ അപ്പർ ലിമിറ്റ് പൈ എഫ് ഓഫ് എക്സ് മോഡ് സൈൻ എക്സ്. l പൈ ആണല്ലോ. പൈ വെട്ടിപ്പോയിട്ട് കോസ് എൻ എക്സ് ഡി എക്സ്. ലിമിറ്റ് എന്താണ്? മൈനസ് ലിമിറ്റ് പ്ലസ് ലിമിറ്റ് ആണ്. അപ്പൊ നമുക്കിത് ഈവൻ ആണോ ഓഡ് ആണോ നോക്കാം. എന്താണ് മോഡ് വരുന്നുണ്ട്. ഈ മോഡ് സൈൻ എക്സ് എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. കോസ് എൻ എക്സും ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ടോട്ടലി ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ എന്ത് പറയാം? 2 times 0 to pi എന്നാണ്. അതായത് 2/π ഇന്റഗ്രൽ 0 to pi മോഡ് സൈൻ എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. ഇനി ഇവിടെ മോഡിന്റെ ആവശ്യമുണ്ടോ? ലിമിറ്റ് 0 to pi അല്ലേ ഉള്ളൂ. പോസിറ്റീവ് ലിമിറ്റ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ എന്താണ്? നമുക്ക് മോഡിന്റെ ആവശ്യമില്ല. ഇങ്ങനെ എഴുതിയാൽ മതി. ഇതെന്താണ്? സൈൻ എ കോസ് ബി. എന്താണ് സൈൻ എ കോസ് ബി? സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി ബൈ 2. സൈൻ എ കോസ് ബി എന്ന് പറയുന്നത് സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി ബൈ 2 ആണ്. പിന്നെ ഒരു ഡി എക്സ് കൂടെ. ഇത് സൈൻ എ കോസ് ബി ആണ്. സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി ബൈ 2. അതായത് ഈ 2 ക്യാൻസൽ ആയിട്ട് 1/π ഇന്റഗ്രൽ 0 to pi. നമുക്ക് എക്സ് പുറത്താക്കാം. സൈൻ 1 പ്ലസ് എൻ ഇൻറ്റു എക്സ് പ്ലസ് സൈൻ 1 മൈനസ് എൻ ഇൻറ്റു എക്സ് ഡി എക്സ്. ഇതാണ്. ഇതിനെ നമുക്ക് 1/π ഇന്റഗ്രൽ 0 to pi നേരെ തിരിച്ചെഴുതാം. n+1 സൈൻ n+1 ഇൻറ്റു എക്സ് പ്ലസ് ഇവിടെ എന്ത് വരും? സൈൻ മൈനസ് എൻ പ്ലസ് 1 ഇൻറ്റു എക്സ് ഡി എക്സ് അല്ലേ. അപ്പൊ ഈ മൈനസ് കൂടെ പുറത്ത് വരും. അപ്പൊ എന്താണ്? ഇവിടെ മൈനസ് ആവും. മൈനസ് അങ്ങനെയാണെങ്കിൽ എന്ത് വരും? പ്ലസ് ഇവിടെ മൈനസ് വരും. കണ്ടോ? ഇവിടെ n+1ഉം ഇവിടെ n-1ഉം ആക്കി. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് (1/π) എന്താണ്? ഇന്റഗ്രൽ ഓഫ് സൈൻ മൈനസ് കോസ് ആണ്. മൈനസ് കോസ് n+1 ഇൻറ്റു എക്സ് ബൈ n+1 മൈനസ് വീണ്ടും ഇന്റഗ്രൽ ഓഫ് സൈൻ എന്താണ്? മൈനസ് കോസ് n-1 ഇൻറ്റു എക്സ് ബൈ n-1. ലിമിറ്റ് 0 to pi.
ലിമിറ്റ് കൊടുക്കാം. അതായത് 1/π. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് കോസ് n+1 എക്സിന് പൈ ബൈ n+1. ഇത് പ്ലസ് ആയി കോസ് n-1 പൈ ബൈ n-1 അപ്പർ ലിമിറ്റ് ആയി കഴിഞ്ഞു. ഇനി ലോവർ ലിമിറ്റ് 0 കൊടുക്കണം. 0 കൊടുക്കുമ്പോൾ എന്താണ്? കോസ് 0 1 ആണ്. ലോവർ ലിമിറ്റ് ആയിട്ട് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും 1/n+1. ഇത് പ്ലസ് ആണ്. ലോവർ ലിമിറ്റ് ആയിട്ട് മൈനസ് 1/n-1. കാരണം കോസ് 0 1 ആണ്. അതുകൊണ്ട് പ്ലസ് 1/n+1 മൈനസ് 1/n-1 കൂടെ വരും. അതായത് 1/π മൈനസ് എന്താണ് കോസ് ഓഫ് n+1 പൈ മൈനസ് 1/n+1 ആണ്. മൈനസ് 1/n+1 ബൈ n+1. കോസ് n ബൈ എന്താണ്? കോസ് n ബൈ മൈനസ് 1/n ആണ്. കോസ് n+1 പൈ എന്ത് വരും? മൈനസ് 1/n+1 പ്ലസ് ഇതെന്ത് വരും? മൈനസ് 1/n-1 ബൈ n-1 പ്ലസ് 1/n+1 മൈനസ് 1/n-1 ഇങ്ങനെ വന്നു. ഇനി എന്താണ്? ഈ മൈനസ് 1/n+1 തന്നെയാണ് മൈനസ് 1/n-1. അതായത് ഇതിന് ഒന്നുകിൽ -1 അല്ലെങ്കിൽ +1 എന്നുള്ള വാല്യൂ ഉള്ളൂ. -1 അല്ലെങ്കിൽ +1. n+1 ഓഡ് ആണെങ്കിൽ n-1 ഓഡ് ആയിരിക്കും. n+1 ഈവൻ നമ്പർ ആണെങ്കിൽ n-1 ഈവൻ നമ്പർ ആയിരിക്കും. അപ്പൊ -1/n+1 എന്താണോ അത് തന്നെയായിരിക്കും -1/n-1. അപ്പോൾ നമുക്കിതിന് രണ്ടും ഈക്വൽ അല്ലേ? ഇതിനെങ്കിൽ വെളിയിലെടുക്കാം. അതായത് 1/π -1/n+1 വെളിയിലെടുക്കുകയാണ്. അപ്പൊ ബാക്കി എന്ത് വന്നു? -1/n+1. ഇത് സെയിം ആണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതങ്ങ് വെളിയിൽ പോയി. ബാക്കി എന്ത് വന്നു? പ്ലസ് 1/n-1. പിന്നെ വരുന്നതോ 1/n+1 മൈനസ് 1/n-1. ഇത് നമുക്ക് മൊത്തത്തിൽ വെളിയിലാക്കാൻ പറ്റില്ല. ഇത് ഇതിന്റെ കൂടെ മാത്രമുള്ളതാണ്. ഇതിന് മാത്രം വെളിയിലാക്കാം. പിന്നെ ഈ ഫംഗ്ഷൻ ഉണ്ട്. ഇൻറ്റു ആണ് വെളിയിലുള്ള 1/π. അപ്പൊ എന്താണ്? 1/π മൈനസ് 1/n+1. നമുക്ക് ഈ ടേമിനെ വെളിയിലാക്കാം. അതായത് ഇതിന് -1/n+1 പ്ലസ് 1/n-1 പ്ലസ് ഇവിടെ മൈനസ് വെളിയിലെടുത്താൽ -1/n+1 പ്ലസ് 1/n-1. ആ സെയിം ടൈം വന്നില്ലേ? സെയിം ടൈം. ഇതങ്ങ് വെളിയിലാക്കുമ്പോൾ എന്ത് വരും? അതായത് 1/π -1/n+1 അപ്പോൾ അത് അകത്തോട്ട് കയറി വരും. അതായത് -1/n+1 പ്ലസ് 1/n-1 ഇത് വെളിയിലാക്കുകയാണെങ്കിൽ ബാക്കി എന്ത് വരും? -1/n+1 -1 ആണ് കിട്ടുന്നത്. ഇതല്ലേ? ഇനി ഇതൊന്ന് ആഡ് ചെയ്യാം. അപ്പോഴത്തേക്ക് അതായത് ഒരു 1/π വെളിയിലുണ്ട്. ബാക്കി എന്താണ്? ഇവിടെ എന്ത് വരും? ഇതും കൂടെ ക്രോസ് ചെയ്ത് വരും. -n+1 പ്ലസ് ഇവിടെ എന്താണ്? n+1 ബൈ n+1 ഇൻറ്റു n-1 n² -1 ഇൻറ്റു -1/n+1 -1 ഇതാണ് കിട്ടുന്നത്. -n പ്ലസ് n വെട്ടിപ്പോയി. ബാക്കി എന്ത് വരും? 1/π ഇൻറ്റു 2/n² -1 -1/n+1 -1. അപ്പൊ ആൻസർ എന്താണ്? 2/π n² -1 ഇൻറ്റു -1/n+1 -1. ഏന് കിട്ടിക്കഴിഞ്ഞു. ഇത് n കിട്ടിയ വാല്യൂ ആണ്. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം? n-ന് 1 വരാൻ പാടില്ല. പ്രൊവൈഡഡ് n നോട്ട് ഈക്വൽ ടു 1. പ്രൊവൈഡഡ് n നോട്ട് ഈക്വൽ ടു 1. അതായത് നമുക്ക് a1 സെപ്പറേറ്റ് ആയിട്ട് കാണണം.
a A1 വരുന്നില്ല. ബാക്കിയെല്ലാം വരും. A2, A3, A4 ബാക്കിയെല്ലാം വരുന്നുണ്ട്. പക്ഷെ A1 വരുന്നില്ല. അപ്പൊ A1 സെപ്പറേറ്റ് ആയിട്ട് കാണണം. എന്താണ് നമ്മുടെ a-ന്റെ ഫോർമുല? 1/π ഇന്റഗ്രൽ -π to π f(x) mod sin x ആണ്. cos nx dx ആയിരുന്നല്ലോ. ഇതിനകത്തുനിന്ന് നമുക്ക് n-ന് 1 കൊടുക്കുമ്പോൾ a1 കിട്ടും. a1 എന്താണ്? 1/π ഇന്റഗ്രൽ -π to π sin x mod sin x cos x dx. ഇതാണല്ലോ. ഇതെന്ത് ഫംഗ്ഷനാണ്? ഈവൻ ഫംഗ്ഷനാണ്. അതായത് 2 times 0 to π എന്ന് പറയാം. 2/π ഇന്റഗ്രൽ 0 to π പിന്നെ മോഡ് വേണ്ടല്ലോ. sin x cos x dx ഇങ്ങനെ പറയാം. എന്താണ് sin θ cos θ? sin 2θ/2 അല്ലേ? sin 2θ എന്ന് പറയുന്നത് 2 sin θ cos θ ആണ്. അപ്പൊ sin θ cos θ എന്താണ്? sin 2θ/2 ആണ്. അതായത് 2/π ഇന്റഗ്രൽ 0 to π sin 2x/2. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ 2 വെട്ടി പോകും. 1/π എന്താണ്? ഇന്റഗ്രൽ ഓഫ് sin 2x മൈനസ് cos 2x/2. ലിമിറ്റ് 0 to π ഉണ്ട്. ഇപ്പൊ എന്താവും? -1/2π. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് cos 2π മൈനസ് ലോവർ ലിമിറ്റ് cos 0. എന്താണ് cos 2π? 1 ആണ്. cos 0യും 1 ആണ്. അപ്പൊ -1/2π 1 - 1 ആൻസർ 0 ആണ് കിട്ടിയത്. a1 ചെയ്തപ്പോഴത്തേക്ക് 0 ആണ് കിട്ടിയത്. an കിട്ടിക്കഴിഞ്ഞു. അതിനാണ് അടുത്ത് a1 നോക്കിയത്. അപ്പൊ 0 കിട്ടി. ഇനി നമുക്ക് bn കൂടെ കണ്ടുപിടിക്കണം. നമുക്കിവിടെ a0 കിട്ടി, an കിട്ടി, a1 കിട്ടി. ഇനി bn കൂടെ കാണാം. എന്താണ് bn? അതായത് 1/π ഇന്റഗ്രൽ -π to π f(x) sin n/x/l dx. ഇവിടെ l π ആണല്ലോ. അതായത് 1/π ഇന്റഗ്രൽ -π to π mod sin x sin nx dx. ഇതെന്ത് ഫംഗ്ഷനാണ്? ഓടാണോ ഇവനാണോ? ലിമിറ്റ് മൈനസ് ഇന്റർവൽ ടു പ്ലസ് ഇന്റർവൽ ആണ്. അപ്പൊ ഓടാണോ ഇവനാണോ? മോഡ് വരുന്ന ഫംഗ്ഷൻ എന്തായാലും ഈവൻ ഫംഗ്ഷനാണ്. പക്ഷെ സൈൻ nx ഉണ്ട്. സൈൻ എന്താണ്? ഓഡ് ഫംഗ്ഷനാണ്. അപ്പൊ ഇത് ഓഡ് ഫംഗ്ഷനാണ് കിട്ടിയത്. അപ്പൊ എന്താണ്? ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ആൻസർ 0 ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആൻസർ 0 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? a0, an, a1, b1, bn എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇത് നമുക്ക് ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കണം. എന്താണ് ഫൊറിയർ സീരീസിന്റെ ഫോർമുല? bn കിട്ടിക്കഴിഞ്ഞു 0 എന്ന്. Now Fourier series is f(x) equal to a0/2 plus sigma n equal to 1 to infinity an cos n/x/n plus bn sin n/x/n. ഇതാണ് ഫൊറിയർ സീരീസിന്റെ എക്സ്പാൻഷൻ ഫോർമുല. l പൈ ആണ്. അപ്പൊ എന്ത് വരും? a0/2 plus sigma n equal to 1 to infinity an cos nx. bn വേണ്ട. bn 0 അല്ലേ? bn വേണ്ട. ഇനി ഇതിനകത്ത് എന്താണ്? n equal to 1 to infinity അല്ല. a0 പ്രത്യേകിച്ച് കണ്ടുപിടിച്ചല്ലോ. അല്ല a0 അല്ല, a1 പ്രത്യേകിച്ച് കണ്ടുപിടിച്ചു. അപ്പൊ ആ 1 പ്രത്യേകിച്ച് എഴുതിയിട്ട്, അതായത് a0/2 പ്ലസ് a1 അത് പ്രത്യേകിച്ച് എഴുതിയിട്ട് a1 cos x. a1 സെപ്പറേറ്റ് അല്ലേ? അതുകൊണ്ട് a1 cos x പ്ലസ് ബാക്കിയെല്ലാം കൂടെ സിഗ്മ n equal to 2 to infinity an cos nx ഇങ്ങനെ വരും. അതായത് a1 പ്രത്യേകത്തിലേ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് a1 cos x 1 വരുന്ന ടേമാണ് a1 cos x. അത് മാറ്റിയിട്ട് ബാക്കി വരുന്ന എന്താണ്? സിഗ്മ n equal to 2 to infinity an cos nx. അതായത് a0 എന്താണ്? 4/π ആണ്. അപ്പം /2 എന്താണ്? 2/π. a0/2 4/π/2 2/π പ്ലസ് a1 0 ആണ്. അപ്പൊ അതില്ല. പ്ലസ് സിഗ്മ n equal to 2 to infinity എന്താണ്? an 2/π n square minus 1 minus 1 raised to n plus 1 minus 1 cos nx. ഇതാണ് ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ. ഓക്കെ, താങ്ക് യു.